നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഇന്ന് മിക്ക അമ്മമാരെയും, പ്രത്യേകിച്ച് മുലയൂട്ടുന്ന അമ്മമാർക്ക് ആദ്യ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പല സംശയങ്ങളിൽ ഒരു പ്രധാന സംശയം തൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ തൻ്റെ പാൽ തികയുന്നുണ്ടോ എന്നുള്ളതായിരിക്കും. അതിനെക്കുറിച്ചുള്ള പല സംശയങ്ങളും ആവലാതികളും എല്ലാം അവർക്ക് ഉണ്ടാകും. അപ്പോൾ മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് മുലയൂട്ടൽ എന്ന വാക്കിൽ തന്നെ തുടങ്ങാം. എന്താണ് മുലയൂട്ടൽ? ഒരമ്മ തൻ്റെ കുഞ്ഞിന് മറ്റൊരു ഉപാധികളൊന്നുമില്ലാതെ, അതായത് സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫീഡിംഗ് ബോട്ടിലോ ഒന്നുമില്ലാതെ നേരിട്ട് പാല് നൽകുന്നതിനെയാണ് മുലയൂട്ടൽ എന്ന്. രണ്ട് ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഒരമ്മയ്ക്ക് എന്തുമാത്രം പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നത്. അതൊരു ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം തന്നെയാണ്. അതപ്പോൾ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പ്രൊലാക്റ്റിനും ഓക്സിറ്റോസിനും അമ്മയുടെ ബ്ലഡിൽ ഫോം ചെയ്യുന്നെങ്കിൽ എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യമേ തന്നെ ബേബീനെ സക്ക് ചെയ്യിപ്പിക്കുക. ബേബി സക്കിങ്. ബേബി എപ്പോഴാണോ നിപ്പിൾ സക്ക് ചെയ്യുന്നത് ആ ടൈമിൽ സെൻസറി ഇമ്പൾസസ്, നിപ്പിളിൽ നിന്ന് സെൻസറി ഇമ്പൾസസ് തലച്ചോറിലെത്തുന്നു. തിരിച്ച് അതിൻ്റെ ഒരു റെസ്പോണ്ട് എന്ന രീതിയിൽ പ്രൊലാക്റ്റിൻ അമ്മയുടെ ബ്ലഡിൽ കൂടുന്നു. ഈ ഹോർമോൺ കൂടുന്നതനുസരിച്ച് അമ്മയുടെ മിൽക്ക് സെക്രീറ്റിംഗ് സെൽസ് കൂടുതൽ പാലുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഈ പാല് ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം കുഞ്ഞിന് കിട്ടുകയില്ലല്ലോ, അത് പുറത്തേക്കൂടെ വരണം. അപ്പോൾ അതിനു വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ വർദ്ധിക്കാനും നമ്മൾ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്, ഈ റിഫ്ലെക്സ്. ബേബി സക്കിങ് ചെയ്യുമ്പോൾ നിപ്പിൾസിൽ നിന്ന് സെൻസറി ഇമ്പൾസസ് തലച്ചോറിലെത്തുന്നു. അതിൻ്റെ ഫലമായിട്ട് ബ്ലഡിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ കൂടുന്നു. ഈ ഓക്സിറ്റോസിൻ മസിലിനെ കൺട്രാക്ട് ചെയ്യാൻ, അതായത് ബ്രസ്റ്റിലെ മസിൽസിനെ കൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അപ്പോൾ ഓക്സിറ്റോസിനോട് വന്നു കഴിയുമ്പോൾ മസിൽ കൺട്രാക്ട് ചെയ്യുന്നു, തൽഫലമായിട്ട് പാല് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കുട്ടികൾ സക്ക് ചെയ്യുമ്പോഴാണ് അമ്മമാർക്ക് പ്രൊലാക്റ്റിനും ഓക്സിറ്റോസിനും ഹോർമോൺസ് ഇൻക്രീസ് ആകുന്നത്. അപ്പോൾ എത്രത്തോളം ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഫീഡ് ചെയ്യിപ്പിക്കുന്നു അത്രത്തോളം ആ അമ്മയ്ക്ക് പാല് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പാല് 3 തരമാണ്, മൂന്ന് ടൈപ്സ് ഉണ്ട്. ആദ്യത്തെ, അതായത് പ്രസവത്തിന് മുമ്പും പ്രസവത്തിന് ശേഷം 3-4 ദിവസം അമ്മയ്ക്കുണ്ടാകുന്ന മഞ്ഞ നിറത്തിലുള്ള നല്ല കൊഴുത്ത ദ്രാവകമാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. ഇത് കുട്ടികൾക്ക് നിർബന്ധമായിട്ടും നൽകിയിരിക്കണം. അപ്പോൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിനകം തന്നെ, അത് നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും 1 മണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞിനെയും കൊണ്ട് സക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ എങ്കിൽ മാത്രമാണ് ഈ ഹോർമോൺസ് പ്രോപ്പറായിട്ട് ഉണ്ടാവുകയുള്ളൂ. തൽഫലമായിട്ട് പാലിൻ്റെ അളവ് കൂടാനും സഹായിക്കുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞ് ആദ്യമായി കുടിക്കുന്ന ഈ കൊളസ്ട്രം ആണ് കുഞ്ഞിനെ സംബന്ധിച്ച് ഫസ്റ്റ് വാക്സിനേഷൻ നടന്നെന്ന് പറയാം. അതായത് ആ കൊളസ്ട്രത്തിൽ ഒരുപാട് ആൻറ്റിബോഡീസും പ്രോട്ടീൻസൊക്കെ കൂടുതലുള്ളത് കൊണ്ട് കുഞ്ഞിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശേഷമുള്ള കാലത്തൊക്കെ കുഞ്ഞ് രോഗവിമുക്തനായിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്നത് ഈ കൊളസ്ട്രം കുടിക്കുന്നതിലൂടെയാണ്. അപ്പോൾ രണ്ടാമത് വരുന്നത് ട്രാൻസിഷണൽ മിൽക്കാണ്. 2 ആഴ്ച വരെ ഉള്ളത്. 2 ആഴ്ചയ്ക്ക് ശേഷം അമ്മയ്ക്ക് നല്ല മച്വർ മിൽക്ക് ആയി വരും. അപ്പോൾ ഈ മിൽക്ക് 2 തരത്തിലുണ്ട്, ഫോർ മിൽക്കും ഹൈൻ മിൽക്കും. അപ്പോൾ ഫോർ മിൽക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ ജലാംശം കൂടുതൽ അടങ്ങിയിട്ടുള്ള മിൽക്കാണ്, പാലാണ്. ഇത് കുഞ്ഞ് കുടിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ദാഹം ശമിക്കുന്നു. പക്ഷേ വണ്ണം വെക്കണമെങ്കിൽ ഹൈൻ മിൽക്ക് കൂടിയും കുടിക്കണം. അതിലാണ് കൂടുതൽ ഫാറ്റ് ആയിട്ട്, കൊഴുപ്പ് കൂടുതൽ അടങ്ങിയ പാല്. അപ്പോൾ കുഞ്ഞിന് വെയിറ്റ് കൂടാനും അല്ലെങ്കിൽ വിശപ്പ് മാറ്റാനും സഹായിക്കുന്നത് ഹൈൻഡ് മിൽക്ക് കുടിക്കുമ്പോഴാണ്. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് ഒരമ്മ പാലുട്ടി കഴിയുമ്പോൾ ഒന്ന് പാല് വറ്റുന്നതായിട്ട് കാണാം. അത് കുഞ്ഞിന് അപ്പോൾ ഫോർ മിൽക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ. അത് കുടിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞ് 1/2 മണിക്കൂറിൽ കൂടുതലൊന്നും ഉറങ്ങാൻ സാധ്യതയില്ല, കാരണം വിശപ്പ് മാറിയിട്ടില്ലല്ലോ. അപ്പോൾ ഹൈൻ മിൽക്കും കൊടുക്കാനായിട്ട് അമ്മമാർ ശ്രദ്ധിക്കണം. 20 മിനിറ്റ് നേരമെങ്കിലും ഓരോ ബ്രസ്റ്റും ഫീഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കൂടുതൽ കുഞ്ഞുങ്ങളെ കൊണ്ട് സക്ക് ചെയ്യിപ്പിക്കുമ്പോൾ കൂടുതൽ പാൽ ഉണ്ടാകാനായിട്ട് സാധിക്കുന്നു. ഇതാണ് പാൽ കൂടുതൽ ഉൽപ്പാദിക്കാനായിട്ട് അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും കുഞ്ഞിനെ ഫീഡ് ചെയ്യിപ്പിക്കുക. അവർ കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും കുഞ്ഞിനെ കൊണ്ട് സക്ക് ചെയ്യിപ്പിക്കുക. അങ്ങനെയാണ് ഈ പാലിൻ്റെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കുന്നത്. പിന്നെ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോപ്പർ ന്യൂട്രീഷനാണ്. അമ്മമാർക്ക്
പോഷക സമ്പുഷ്ടമായ ആഹാരം അവർ കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പ്രോട്ടീൻസും അതുപോലെ omega-3 ഫാറ്റി ആസിഡ്സ് ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അമ്മമാർ കഴിക്കുക. അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാല് കൂടണമെങ്കിൽ പാൽ തന്നെ കുടിക്കണമെന്നില്ല, വെള്ളം കുടിച്ചാലും മതിയാകും. അപ്പോൾ ഒരു 2 ഗ്ലാസ് പാല് കുടിക്കാൻ ശ്രമിക്കുക. അത് ഇഷ്ടമല്ലാത്തവർ വെള്ളം ധാരാളമായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കാതിരുന്നാലും പാലിൻ്റെ അളവ് നന്നായിട്ട് കുറയും. ഇനി അമ്മമാരുടെ മാനസിക അവസ്ഥയും ഈ കുഞ്ഞിന് പാല് കൊടുക്കാൻ നേരത്ത് അമ്മയുടെ മാനസിക അവസ്ഥയും ഈ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ സഹായിക്കും എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതായത് അമ്മ ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പേടിച്ചിരിക്കുമ്പോഴോ വിഷമിച്ചിരിക്കുമ്പോഴെല്ലാം പാലുൽപാദനം കുറയും. അതുപോലെ കുഞ്ഞിനോടും നല്ല വാത്സല്യം ഉണ്ടായിരിക്കണം. സ്നേഹത്തോടെ അല്ല കുഞ്ഞിനോട് പെരുമാറുന്നതെങ്കിലും അമ്മയുടെ പാൽ ഉൽപാദനത്തിൽ വളരെ കുറവുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ മാനസിക അവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അമ്മമാർ എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമാണ് നന്നായിട്ട് പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ കുഞ്ഞിന് വേണ്ട പാലുകൾ നമുക്കുണ്ടാവുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞിനെ മുലയൂട്ടാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പാൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം നമ്മുടെ പൊസിഷനാണ്. അമ്മമാരിയ്ക്കുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലായിരിക്കണം ഇരിക്കേണ്ടത്. നടു ചാരിയിരുന്ന് അല്ലാതെ മുമ്പോട്ട് കൂനി വന്നിരുന്ന് കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ഒഴിവാക്കുക. അതൊരു ഡിസ്കംഫോർട്ട്, നമ്മുടെ നടു വേദന എടുക്കാനും ഒക്കെ കാരണമാകും. അപ്പോൾ നല്ലൊരു കംഫോർട്ടബിളായിട്ട് നല്ല ഒരു സുഖകരമായ രീതിയിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം 20 മിനിറ്റൊക്കെ ഒരു സൈഡ് ബ്രസ്റ്റ് പാല് കൊടുക്കുമ്പോൾ അത്രയും ടൈം എടുക്കും. അപ്പോൾ നമുക്കൊരു കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിലല്ല ഇരിക്കുന്നെങ്കിൽ പാലൂട്ടൽ കൊടുക്കുന്നത് അത്ര സുഖകരമായിരിക്കുകയില്ല. അത്ര സമയം നമുക്ക് നന്നായിട്ട് കുഞ്ഞിന് പാല് കൊടുക്കാനും സാധിക്കുകയില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞിനെ 2 മണിക്കൂർ ഇടവിട്ട് പാല് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നല്ല ആഹാരം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. അതുപോലെ നല്ല റെസ്റ്റ് അമ്മയ്ക്ക് കിട്ടിയിരിക്കണം. അതുപോലെ നല്ല ഉറക്കം ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മുലപ്പാൽ വർദ്ധിക്കാൻ സഹായിക്കുന്നതാണ്. അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാമാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാകും, അതിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫലപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.